ഇവിടെ കയറിപ്പോയി ഉറങ്ങാം. പിന്നെ അതും പറ്റില്ലെങ്കിൽ ഇതിൻ്റെ അടിയിലും കിടന്നുറങ്ങാം. പിന്നെ ഇവിടെയും കിടന്നുറങ്ങാം. ഒരു തുണി ഇട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവരുടെ മണ്ടയിലൊക്കെ കയറാം, ഇതിൻ്റെ മണ്ടയിലേക്ക് കയറാം. അങ്ങനത്തെ ഒരു കൊച്ച് ഇതാണ്. അപ്പം ഗൈസ് ഇനി എൻ്റെ വീഡിയോസ് ഇനി ഈ ക്യാറ്റിൻ്റെ വീഡിയോസ് ആയിരിക്കും ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ക്യാറ്റിനെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഗൈസ്. നല്ല ക്യൂട്ട് പൂച്ചയാണ്. അത് എണീക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ വേറെ വീടൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ്. വേണ്ടേ നല്ല സുഖം ഉറക്കാണ് ഗൈസ്. ഇന്നലെ ഒന്നും ഉറങ്ങിയില്ല. കണ്ടോ, അതിനുള്ള വീട് തന്നെ ഉണ്ടാക്കി വെച്ചേണം. പിന്നെ തന്നെ ഗൈസ് കുറച്ച് ഡെക്കറേറ്റഡ് ആയിട്ട് മുത്തുകളൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ് ഞാൻ. പിന്നെ പൂച്ചയ്ക്ക് കളിക്കാനുള്ള സാധനമൊന്നും ഇതുവരെ ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കണമെന്നുണ്ട്, എന്നാലും ഉണ്ടാക്കും. ഇനി നമുക്കൊന്ന് ഉണ്ടാക്കിയല്ലോ. പക്ഷെ എന്തിനാണ് പൂച്ചയ്ക്ക് കളിക്കാൻ ഇഷ്ടം? ഞാൻ ഇന്നലെ ഒരു പഞ്ഞി ഉണ്ടായിരുന്നു ഗൈസ്. എൻ്റെ ബൊമ്മയുടെ പഞ്ഞിയാണ്. ആ ബൊമ്മയുടെ പഞ്ഞിയാണെങ്കിൽ ഇതുവരെ ബൊമ്മയ്ക്ക് പേരൊന്നും ഇട്ടിട്ടില്ല. എന്നാലും ആ ബൊമ്മയുടെ പഞ്ഞിയുണ്ടല്ലോ, പഞ്ഞിയാണെങ്കിൽ വെച്ച് അത് തട്ടി കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ പഞ്ഞിയൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ഇറുക്കിലിട്ടൊക്കെ ആക്കുമ്പോഴത്തേക്കും അതും കളിക്കുന്നുണ്ട്. പിന്നെ അതും പിന്നെ കുറേ ഇത് കളിക്കും. ഇതിപ്പം മൂഡ് ഔട്ടാണെന്ന് വെച്ചാൽ എവിടെന്നോ കയറി വന്ന ഒരു പൂച്ചയാണ് ഗൈസ്. മൂഡ് ഔട്ടായിരിക്കുകയാണ്. ഇതിൻ്റെ അമ്മ അതിനെ കളഞ്ഞിട്ട് പോയി. പക്ഷേ ഇതിൻ്റെ അമ്മ ആണെന്ന് എനിക്കറിയാം. ആ അമ്മയ്ക്ക് 4 കുട്ടികളാണുള്ളത്. അപ്പം 3 കുട്ടികൾ മാത്രമേ അന്നൊരു ദിവസം പ്രസവിച്ചപ്പോഴത്തേക്ക് 4 കുട്ടികളുണ്ടായിരുന്നു, ഞാൻ കണ്ടു. ഇതീ പോലും ഫുൾ ആ മഞ്ഞ കളറും വൈറ്റുമാണ് ഫുള്ളായിട്ടുള്ളത്. പിന്നെ ഞാൻ കുറേ നാളായിക്കുമ്പോൾ നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ 3 പൂച്ച അവിടെ ഉള്ളൂ, ഒരു പൂച്ചയെ കാണില്ല. പിന്നെ ഞാൻ വിചാരിച്ച് അവിടെ പോയി എപ്പോഴും കിടന്ന് ഉറങ്ങുമ്പോൾ ഫുൾ ടൈം ഞാൻ അതിനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ കുറേ നാളായപ്പോഴത്തേക്കും മറ്റേ കൊച്ചു പൂച്ചകളൊക്കെ ഇവിടെയൊക്കെ വരും. പിന്നെ അങ്ങനെ കുറേ മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഗൈസ് ഈ പൂച്ച നമ്മളെ വീട്ടിൽ വന്നത്. ഇന്നലെയാണ് കേട്ടോ. നമ്മൾ പാലൊക്കെ കൊടുത്ത് ഇന്നലെ വന്നു. എന്നാലും ഇന്നാണ് വീഡിയോ എടുത്തത്. പക്ഷേ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഗൈസ്. നമുക്കിനി അതിനുള്ള കളിപ്പാട്ടം ഉണ്ടാക്കണ്ടേ ഗൈസ്? എന്താ ഉണ്ടാക്കാന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇപ്പം എന്താ ചെയ്യുക ഗൈസ്? അപ്പം നമുക്ക് കളിപ്പാട്ടോട്ട് അതൊക്കെ മതിയല്ലോ ഗൈസ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കമൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. പിന്നെ ഗൈസ്, നിങ്ങളെന്താ കമൻറ്റ് ഇടാത്തതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ കമൻറ്റ് ബോക്സ് ഓഫായിരുന്നു. അതുകൊണ്ട് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് സോറി. അപ്പം ഞാൻ ഇനി തൊട്ട് കമൻറ്റ് ബോക്സ് ഓണാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ കമൻറ്റ് ഇടാം. ഓക്കെ, ബൈ.